അങ്ങനെ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. 6 മണി വരെയാണ് പോളിംഗിന് സമയം അനുവദിച്ചിട്ടുള്ളത്. 94 മണ്ഡലങ്ങളിൽ, രാജ്യത്താകമാനം 94 മണ്ഡലങ്ങളിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നത്. 10 സംസ്ഥാനങ്ങളിൽ, 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ. അതിൽ ഗുജറാത്തിൽ 26 ലോക്സഭാ മണ്ഡലങ്ങൾ ഉള്ളതിൽ 25 ഇന്ന് പോളിംഗ് നടന്നു. ഒരു മണ്ഡലത്തിൽ നേരത്തെ ഏകപക്ഷീയമായി സ്ഥാനാർത്ഥി തിരഞ്ഞെടുക്കപ്പെട്ടു. കർണാടകയിൽ ഇതുവരെയുള്ള പോളിംഗ് ശതമാനം നമുക്കൊന്ന് നോക്കാം. കർണാടകയിൽ 14.66% പേരാണ് ഇതുവരെ 5 മണി വരെ പോളിംഗ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കർണാടകയിൽ 14 മണ്ഡലങ്ങളാണ് കർണാടകയിൽ. അതിൽ 66% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ 11 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത്. 53.4% പേർ മഹാരാഷ്ട്രയിൽ വോട്ട് രേഖപ്പെടുത്തി. ഗുജറാത്തിൽ 25 സീറ്റുകളിലേക്കാണ് പോളിംഗ് നടന്നത്. 55.22% പേർ വോട്ട് രേഖപ്പെടുത്തി. അസമിൽ 4 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. 74.86%. ബീഹാറിൽ 5 ലോക്സഭാ മണ്ഡലം, 56.1%. ഛത്തീസ്ഗഡിൽ 7 ലോക്സഭാ മണ്ഡലം, 66.87%. മധ്യപ്രദേശിൽ 9 ലോക്സഭാ മണ്ഡലം, 62.28% പോളിംഗ്. യു പിയിൽ 10 ലോക്സഭാ മണ്ഡലം, 55.13% പോളിംഗ്. പശ്ചിമ ബംഗാളിൽ 4 ലോക്സഭാ മണ്ഡലം, 75% പോളിംഗ്. ഗോവയിൽ 2, 72.52% പോളിംഗ്. കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദാദ്ര ആൻഡ് നാഗർ ഹവേലി, ദമൻ ദ്യൂ ഇവിടെ 65.23% പേർ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തി. ഇതിലിപ്പോൾ നമുക്ക് എടുത്തു പറയാവുന്നത് 3 സംസ്ഥാനങ്ങളിൽ 70% ഗോവ, അസം, അതുപോലെ തന്നെ ബംഗാൾ. 3 സ്ഥലങ്ങളിലും 70% മുകളിൽ പോളിംഗ് പോയിരിക്കുന്നു. എന്തായാലും അന്തിമമായ കണക്ക് നാളെ ഓടുകൂടിയാണ് വരിക. എന്തായാലും നല്ല രീതിയിലൊരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ.